നമസ്കാരം. BBC-യുടെ വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ തോമസ് ജയാജിയാണ്. 25-ാം വയസ്സിൽ ഒരു വ്യവസായം തുടങ്ങി. ഇപ്പോൾ 66-ാം വയസ്സിലും ആ വ്യവസായവുമായി നടക്കുന്നുണ്ടെങ്കിലും വിജയം നേടാതെ വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും പോരാടുകയാണ് ശ്രീ തോമസ് ജയാജി. വ്യവസായം മാത്രമല്ല, സഹകരണ സംഘങ്ങൾ, അതുപോലെ സൊസൈറ്റികൾ പല മേഖലകളിൽ പയറ്റി നോക്കിയെങ്കിലും പരാജയമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ പരാജയങ്ങളെ മുഖവിലക്കെടുക്കാതെ പോരാട്ടം തുടരുകയാണ് ശ്രീ തോമസ് ജയാജി. തോമസ് ചേട്ടന് വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഈ തോമസ് ചേട്ടൻ ഈ വ്യവസായ മേഖലയിലേക്ക്, അതായത് തൃശ്ശൂരുകാരനായ തോമസ് തൊടുപുഴയിലെത്തിയപ്പോഴാണ് തോമസ് ജയാജി ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഈ AB തോമസ് ആൻഡ് കമ്പനിയിലായിരുന്നു എനിക്ക് ജോലി. അതിനുശേഷം വിവാഹം കഴിച്ചതിന് ശേഷം തൊടുപുഴയ്ക്ക് വരികയും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു സൈക്കിളിൻ്റെ ഒരു 10-20 സൈക്കിളുകൾ വെച്ച് ബിസിനസ് നടത്തി വന്നിരുന്ന. അപ്പോൾ പുള്ളി വിദേശത്ത് പോകുന്നതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആ സൈക്കിളെല്ലാം ഏറ്റെടുത്ത് കോലാനിയിൽ വന്ന് ഈ പ്രവർത്തനം ആരംഭിച്ചു. കുറഞ്ഞ കാലം അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് എൻ്റെ വകയിലൊരു ചിറ്റപ്പൻ ലീഗൽ മെട്രോളജിയിൽ ഇൻസ്പെക്ടറായിട്ട് വരികയും അങ്ങനെ ആ മേഖലയിലേക്ക് തിരിയുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് എഴുതി ചെയ്യുന്നത്. പിന്നെ സഹകരണ മേഖലയിലേക്ക് വരാനുള്ള ഒരു കാരണം, ഞാൻ ചെറുപ്പത്തിൽ തന്നെ യോഗയും കളരിപ്പയറ്റും ഒക്കെ പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ പിള്ളേർക്ക് യോഗയും കളരിപ്പയറ്റും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 1987 യോഗ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി, ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കുകയും അവിടെയുള്ള ചെറുപ്പക്കാരായ പിള്ളേരെല്ലാം ഇത് പഠിപ്പിക്കാനുള്ള അവസരമുണ്ടാവുകയും നല്ലൊരു പ്രതികരണവും സ്നേഹവും ആദരവും എനിക്ക് ലഭിക്കുകയും ചെയ്തു എന്നതാണ് അതുകൊണ്ടുണ്ടായൊരു ഗുണം. അപ്പോൾ ബിസിനസ് നടത്തുന്നതിനോടൊപ്പം തന്നെ ഇതും കുറച്ച് നാളും കൂടെ നടത്തി അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം പിന്നീട് ഈ ചെറുകിട വ്യവസായികൾക്ക് വേണ്ടി 1996 ഒരു ചാരിറ്റബിൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ സൊസൈറ്റി ഞാൻ ചെയർമാനായി ഒരു സഹകരണ സംഘം രൂപീകരിക്കുകയും അതിൽ ഇടനിലക്കാരില്ലാതെ ചെറുകിട വ്യവസായികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം, ഒരു എക്സിബിഷൻ പോലെ വിപണോത്സവം എന്ന പേരിൽ ആരംഭിക്കുകയും അത് എറണാകുളം, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ എന്നീ ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ നല്ല സഹകരണമായിരുന്നു. അതിലൂടെയാണ് ഞാൻ ജയാജി എന്ന എൻ്റെ സ്ഥാപനവും കയറി വന്നത്. അങ്ങനെ അത് ആരംഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ ഒരു പേരും പ്രശസ്തിയും മറ്റും പ്രയോജനപ്പെടുത്തി ചെറുകിട വ്യവസായ സഹകരണ സംഘം എന്ന് വെച്ചാൽ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സംഘം ഉണ്ടാക്കുവാൻ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ടാണ് ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം ഉണ്ടാക്കുകയും അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് പ്രായോഗിക പരിചയം ഉള്ളതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലേക്ക് വരികയും ഇന്ന് ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല സഹകരണ സംഘമാവുകയും ചെയ്തു. അതിനിടയ്ക്ക് നമ്മുടെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സംസ്ഥാന ട്രഷറർ ആയി അവർ യൂണിയൻ ഉണ്ടാക്കി. CPIയുടെ നേതൃത്വത്തിൽ ഒരു യൂണിയൻ ഉണ്ടായിരുന്നു. ആ യൂണിയൻ സംഘടിപ്പിച്ചതിൽ 10 പേരിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു 12 വർഷക്കാലം അതിൻ്റെ സംസ്ഥാന ട്രഷറായി സേവനം അന്വേഷിക്കാനുള്ള ഒരു അവസരവും എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ ത്രാസുകൾ മുദ്ര വെക്കുന്നത് സ്വകാര്യവൽക്കരിക്കാനുള്ള ബില്ല് കൊണ്ടുവരികയും KB തോമസ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ യൂണിയനുമായിട്ട് ആലോചിച്ച് നോക്കി എന്താ ചെയ്യേണ്ടത്. ഈ വക സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കുറച്ച് പ്രായോഗിക പരിചയമുള്ള ആളെന്ന നിലയിൽ അതൊരു സംസ്ഥാന ലെവലിൽ ഒരു സഹകരണ സംഘം ഉണ്ടാക്കി മറ്റ് കുത്തകകളുടെ കയ്യിൽ നിന്നും ഈ മുദ്രവെപ്പ് സംവിധാനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനുള്ള സംവിധാനവുമായി മുന്നോട്ട് പോയി. അങ്ങനെയാണ്
ലീഗൽ മെട്രോളജി, കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി സംസ്ഥാന സഹകരണം ഉണ്ടാക്കാനുള്ള ഒരു പ്രാഥമിക പ്രശ്നങ്ങളുണ്ടായത്. അതിനകത്ത് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ രാഷ്ട്രീയക്കാർക്കോ അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ളവർക്കല്ലാതെ ആർക്കും അതിനകത്ത് മെമ്പറാവാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ധൈര്യമായി കുറേ പൈസ മുടക്കാനും അതുപോലെ തന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ലാബിൻ്റെ മോഡൽ അപ്രൂവ് അടക്കം ISO 9001/2008 അടക്കമുള്ള 10-18ഓളം രജിസ്ട്രേഷനുകളും ലൈസൻസുകളും സമ്മതപത്രങ്ങളും വാങ്ങിയെടുക്കേണ്ടതുണ്ടായിരുന്നു. കാരണം അങ്ങനെ അതെല്ലാം ഉണ്ടായിരുന്നാൽ മാത്രമേ ഓൾ കേരള ലെവലിൽ ത്രാസുകളുടെ മുദ്രവെപ്പ് ഏറ്റെടുക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനുള്ള സംവിധാനമാവുകയായിരുന്നു. അതുകൊണ്ട് അത് ഞങ്ങളത് കയ്യിൽ നിന്ന് തന്നെ പൈസ ഇട്ട്, കാരണം പുതിയ രാഷ്ട്രീയക്കാരൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഈ ഇതെല്ലാം ഓൾറെഡി പണമാണ്. കാരണം മുദ്രവെപ്പ് ആരംഭിച്ചാലൊക്കെ പണമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ഒരു സഹകരണ സംഘത്തിൻ്റെ ബാലാരിഷ്ടതകളൊന്നും ഇതിലുണ്ടാകില്ല എന്ന ഉറപ്പിൽ ഞങ്ങൾ ആ വക ലൈസൻസുകൾ അതെല്ലാം വാങ്ങി ഏർപ്പാടാക്കി സംഗതി ഓർഡറിലായി. ഇനി ഈ നമ്മുടെ ചുറ്റുവട്ടും ഓരോരോ സഹകരണ സംഘങ്ങൾ നിക്ഷേപത്തിലൂടെയോ തട്ടിപ്പും ഒക്കെ നടത്തി നിക്ഷേപം മറ്റു കാര്യങ്ങളൊക്കെ ലോണ് ഇങ്ങനെയുള്ളതിനൊക്കെ പ്രശ്നങ്ങൾ കാണുന്നതുകൊണ്ട് നിക്ഷേപമോ ലോണോ ചിട്ടിയോ ഒന്നും ഇല്ലാത്ത ഒരു സഹകരണ സംഘം ഉണ്ടാക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ താല്പര്യം. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കേരളം മുഴുവനും ഉള്ളത് വേണമെന്നുണ്ട്. 77 താലൂക്കുകളിൽ ബ്രാഞ്ച് വേണം, 14 ജില്ലയിൽ മേഖലാഫീസ് വേണം. എന്നാൽ ഇത് ഏറ്റെടുക്കലും മറ്റു കാര്യങ്ങളും അതെല്ലാം ഉൾപ്പെടെയാണ് ഇത് ബൈലോയിൽ എഴുതി ചേർത്ത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ 40ഓളം സഹകരണ സംഘങ്ങളിൽ ചെന്ന് അവരുടെ ബൈലോ വാങ്ങി മാസങ്ങളോളം കുത്തിയിരുന്നാണ് അത് എഴുതി നല്ല പുട്ടപ്പാക്കി എടുത്തത് ബൈലോ. അങ്ങനെ അത് മുന്നോട്ട് പോകുമ്പോൾ കേരള ബാങ്ക് ഉണ്ടാവുകയും കേരള ബാങ്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ലാതായി. അപ്പോൾ 14 ജില്ലയിലും മേഖലാ ഓഫീസുള്ള, അതുപോലെ തന്നെ ഈ സാധാരണ സഹകരണ സംഘത്തിന് വേണ്ടതായ നിക്ഷേപം സ്വീകരിക്കുക മറ്റടക്കമുള്ള എല്ലാ കാര്യങ്ങളുമുള്ള കേരളത്തിലെ ഏക സഹകരണ സംഘമാണ് ഇത്. ഇതിന് ശേഷം സംസ്ഥാന ലെവലിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിയമം മൂലം നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഇത് ലാസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സഹകരണ സംഘം പിടിക്കുന്നതിന് ഭരണകക്ഷി മറ്റു കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പ്രാഥമികമായ ഒരു സംവിധാനം. പിന്നെയാണ് ഇതിൻ്റെ പ്രവർത്തന ഫണ്ട് ഉണ്ടാക്കുന്നതിനുള്ളൊരു സംവിധാനം ആരംഭിച്ചത്. 33 വർഷക്കാലം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ 33 വർഷത്തിൽ ഏതാണ്ട് ഒരു 5 കൊല്ലം ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു ഭാരവാഹിയായിരുന്നു ഞാൻ. അങ്ങനെ അവരോടൊരു ബന്ധമുള്ളത് കൊണ്ട് ആ രീതിയിൽ വ്യാപാരി സംഘടനകൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ കേരളത്തിലുള്ള 7 ലക്ഷത്തോളം വരുന്ന ത്രാസ് ഉപയോഗിക്കുന്ന വ്യാപാരികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അവർക്ക് വേണ്ടി അവർ മുഖേന ഒരു റിസ്ക് ഒന്നുമില്ലാത്ത ഒരു പ്രവർത്തന മൂലധനം ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു താലൂക്കിൽ 10,000-ഓളം ത്രാസുകൾ വരും. അതിലൊരു 1000 ത്രാസ് നമ്മൾ വ്യാപാരികളുടെ 10-30 യൂണിറ്റുകളും ഒരു മേഖല ഓഫീസുമാണ് വ്യാപാരി വ്യവസായം. അവരെല്ലാം പോയി കണ്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിലവിൽ ഈ ഒരു ത്രാസ് മുദ്ര ചെയ്ത് സർവീസ് ചെയ്ത് കറക്റ്റാക്കുന്നതിന് 50 രൂപ 500 രൂപ എന്ന് കണക്കാക്കിയാൽ ഈ 500 രൂപ ഞാൻ പറഞ്ഞു 500 രൂപ മാസം പലിശ വരുന്ന ആ ലഘു നിക്ഷേപം നിങ്ങൾ നിക്ഷേപിച്ചാൽ 20 വർഷം എന്ന് കണക്കാക്കിയാൽ 20 വർഷത്തേക്ക് അതിൻ്റെ പലിശ കൊണ്ട് അതിൻ്റെ സർവീസിങ്ങും നടത്തി പോകാൻ കഴിയും. അങ്ങനെ വന്നപ്പം അത് വളരെ സന്തോഷമായി, കച്ചവടക്കാർക്ക് ഭയങ്കര താല്പര്യമായി. അപ്പം
അങ്ങനെ 1000 ത്രാസ് വീതം ഒരു താലൂക്കിൽ നിന്ന് പിടിക്കാം. അപ്പോൾ 1,06,00,000 രൂപ 20 വർഷത്തേക്ക് പ്രവർത്തന മൂലധനമായി കിട്ടും. ആ പ്രവർത്തന മൂലധനത്തിൽ ആ പലിശ എടുത്ത് ത്രാസുകൾ സർവീസിങ്ങും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ 1 കോടി ചിലവാൻ രൂപ 20 വർഷത്തേക്ക് യാതൊരു റിസ്ക്കുമില്ലാതെ യാതൊരു പലിശയും കൊടുക്കാതെ പൈസ കിട്ടും. അതാണ് പ്രവർത്തന മൂലധനമായി കണക്കാക്കുകയും അതിനുവേണ്ടി ഉഭയകക്ഷി കരാർ പ്രകാരം കരാറുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ആ ഭാഗം ക്ലിയറാക്കി വെച്ചു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ചെയ്തത് നമ്മുടെ പ്രൈസ് കമ്പ്യൂട്ടിംഗ് പ്രിൻറ്റിംഗ് മെഷീൻ എന്നും പറഞ്ഞ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ കൂടെ കാണുന്നില്ലേ, അങ്ങനെ ഒരു സംഗതി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഈ സഹകരണ സംഘം മുഖേന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര വിജയമായിരിക്കുമല്ലോ. അങ്ങനെ ആ രീതിയിൽ സഹകരണ സംഘത്തിനെ കേരളത്തിലുള്ള 1500ഓളം ത്രാസ് വിൽക്കുന്ന ഡീലർമാരെ സമീപിച്ച് ഓരോ കോർപ്പറേഷനിൽ 2, ഒരു മുനിസിപ്പാലിറ്റിയിൽ 1, ഒരു താലൂക്കിൽ എന്നുദ്ദേശിച്ചത് ഒരു 10-14 പഞ്ചായത്തുകളിലായിട്ട് ഒരെണ്ണം, അങ്ങനെ ഒരു താലൂക്ക് അങ്ങനെ 3 വീതം, അങ്ങനെ ഒരു 150ഓളം ഡീലർമാരെ കണ്ട് കരാറ് വെച്ച് ഒരു മാസത്തിൽ 10 ത്രാസ് വീതം എടുക്കുന്നതിനുള്ള ഒരു സംവിധാനം. ഇപ്പോൾ പ്രൈസ് കമ്പ്യൂട്ടിംഗ് പ്രിൻ്റ് ത്രാസ് എന്ന് പറയുമ്പോൾ വളരെ വില കൂടുതലുള്ളത് കൊണ്ട് ഏതാണ്ട് 1,40,00,000 രൂപ അത് പ്രതിമാസം അതിന് അറ്റാദായമുണ്ടാവും. അത് തന്നെയുമല്ല, കേരളത്തിലെ ഒരു അതിൻ്റെ സോഫ്റ്റ്വെയർ അടക്കം തനതായ സ്വന്തമാണ്. അതുപോലെ സഹകരണ സംഘത്തിന് എല്ലാ ആധുനിക സൗകര്യത്തോടു കൂടിയ ഉൽപ്പാദന യൂണിറ്റ് എല്ലാം സംഗതി എല്ലാ അടിത്തറയും എല്ലാം പൂർണ്ണമാക്കി വെച്ചു. അതിനുശേഷം ഈ ഭരണകക്ഷിയും അധോലോക മാഫിയേക്കാളും കഷ്ടമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമോടെ കൂടി ഈ സഹകരണ സംഘം അങ്ങ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. ഈ സഹകരണ സംഘം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളാണുള്ളത് അവർക്ക്. ഒന്ന്, ഒരു കാരണവശാലും അവർക്കിടെ അംഗങ്ങളെ ഇതിനകത്ത് ചേർക്കാനാവില്ല. അത് അങ്ങനെയാണ് ആ സംവിധാനം. പക്ഷേ അതൊന്ന്. രണ്ടാമത്, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരുത്തിയാൽ പോലും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകാലത്ത് ചേർക്കപ്പെടുന്ന മെമ്പർമാർക്ക് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല എന്ന കോടതി വിധി കിടക്കുന്നത് കൊണ്ട് ആ രീതിയിൽ രക്ഷയില്ല. അതിന് CPMൻ്റെ നേതൃത്വത്തിൽ അതിനെ മറികടക്കുന്നതിനുള്ള സംവിധാനം ചെയ്ത് എന്താ പറയുക, നിയമവ്യവസ്ഥ നിലവിലുള്ള രാജ്യത്ത് ലജ്ജാകരമായ എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു രാജ്യത്ത് സംഭവിക്കുമോ എന്ന് തോന്നുന്ന ഹീനവും നിന്ദ്യവും നീചവും നികർഷവുമായ മാർഗത്തിലൂടെ അവർ മെമ്പറായി അവർ ഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി എടുത്തതാണ്. അത് ഞാനീ പറയുന്നതിനെല്ലാം വ്യക്തവും ശക്തവും സുതാര്യവുമായ രേഖകളുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇത് പിടിച്ചെടുക്കാൻ അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അതിന് അണിയറ നീക്കങ്ങൾ നടത്തി. ആ സമയത്ത് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ മിൻസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ബലമായിട്ട് വന്നിട്ട് ഈ ഒരു പേജ് എഴുതാതെ ഇടണമെന്ന് സെക്രട്ടറിയോട് പറഞ്ഞ് അവിടെ ഒരു ക്രോസ് വരയിട്ട് വെച്ചു. ആ ക്രോസ് വരയിട്ടെടുത്ത് എഴുതാതെ അടുത്ത പേജുകൾ എഴുതി അങ്ങ് പോയി. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നപ്പോൾ ആ ക്രോസ് വരയിട്ടത് മാച്ച് ഏരിയ സെക്രട്ടറി, മുൻ ഏരിയ സെക്രട്ടറി എന്ന് മുഹമ്മദ് വൈസിൽ, അതുപോലെ TR സോമൻ, DYFIയുടെ നേതാക്കന്മാർ, SFI നേതാക്കന്മാർ എന്നിവരെ 22 പേരെ ആ പേജിൽ ചേർത്ത് അവർ ആ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകാലത്ത് ചേർക്കപ്പെടുന്ന കോടതി ഉത്തരവ് മറികടന്ന് അങ്ങനെ ആ 22 പേരെ അവർ ചേർത്ത്. അങ്ങനെ അവർ അതിനകത്ത് ഭരിക്കാനുള്ളൊരു സംവിധാനം നേതാക്കന്മാരായിട്ടുണ്ടായി. ഇനി സാധാരണഗതിയിൽ ഒരു സഹകരണ സംഘത്തിൽ മെമ്പറായി കഴിഞ്ഞാൽ അത് ലോൺ എടുക്കുകയും മറ്റും ചെയ്താൽ അവരെ പെട്ടെന്ന് വിടാൻ പറ്റില്ല. കാരണം ലോൺ അടയ്ക്കണമല്ലോ. ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ വീതം ആ 22 പേരിൽ 2 ലക്ഷം രൂപ വീതം പരസ്പര ജാമ്യത്തിൽ 20 ലക്ഷം രൂപ ലോൺ എടുത്തു. അപ്പോൾ അതോടുകൂടി അവരുടെ ആ മെമ്പർഷിപ്പ് ഉറപ്പിക്കപ്പെട്ടു എന്നാണ് ഒരു തെറ്റായ ധാരണ ഉണ്ടായത്. ഇനി
ഇത് സഹകരണ സംഘത്തെ ഭരിക്കുന്നതിന് വേണ്ടി നേതാക്കന്മാർ കയറുന്നതിന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ സഹകരണ സംഘം പിടിച്ചെടുത്ത് മെമ്പർഷിപ്പ് ചേർത്ത് പിടിച്ചെടുക്കുന്നതിനുള്ളതല്ല. ഇനി അടുത്തത് CPIയുടെ നേതാക്കന്മാരെല്ലാം കൂടി 157 വ്യാജ മെമ്പർഷിപ്പ് ചേർത്തു. ഈ 157 വ്യാജ മെമ്പർഷിപ്പ് പ്രസിഡന്റ് ഒപ്പിട്ടിട്ടില്ല, ഭരണസമിതി പാസ്സാക്കിയിട്ടില്ല. ഈ ഭരണസമിതി അംഗം മാത്രം ഒപ്പിട്ടതേ ഉള്ളൂ. ഒപ്പിട്ടിട്ട് അത് അന്നത്തെ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ CC മോഹനൻ അത് സ്വാധുവാക്കി കൊടുത്തു. എങ്ങനെ? മിനിസിൽ പേരുണ്ടോ എന്ന് നോക്കുന്നതല്ലാതെ ഭരണസമിതിയിൽ വെച്ച് പാസ്സാക്കിയോ അതുപോലെ തന്നെ പ്രസിഡന്റ് ഒപ്പിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന ഒരു റൂള് തന്നിട്ട് അവർ ആ 157 മെമ്പർഷിപ്പും പാസ്സാക്കിയെടുത്തു. പിന്നെ ഇനി അതുകൊണ്ടും പ്രശ്നം തീരെയല്ല. വളരെ ഭംഗിയായി പോകുന്ന എന്നുദ്ദേശിച്ചത് 10-40 ലക്ഷം രൂപയുടെ അടുത്ത് വരും ഈ പറഞ്ഞ ലൈസൻസ്, രജിസ്ട്രേഷനുകൾ, സമ്മതപത്രങ്ങളെല്ലാം വാങ്ങാൻ. അന്ന് തുടക്കത്തിൽ വേറെ എവിടുന്നും പൈസയില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത പൈസയാണ് ഉള്ളത്. ആ പൈസയാണ് യഥാർത്ഥത്തിൽ അതിൽ മുടക്ക് വന്നിട്ടുള്ളൂ, അല്ലാതെ സഹകരണ സംഘത്തിൽ വന്നിട്ടില്ല. അപ്പം സഹകരണ സംഘത്തിൽ വന്ന മുറയ്ക്ക് ലോൺ എടുത്തും അല്ല അതിൽ നിന്ന് തന്നെ ലോൺ എടുത്തും മറ്റുമൊക്കെ അതിലേക്ക് മുടക്കി അങ്ങനെ വെച്ചിരിക്കുക. 6 മാസം പോലും വേണ്ട കോടിക്കണക്കിന് രൂപ ഈ മുടക്ക് വന്നത് പോലും കംപ്ലീറ്റ് ശരിയാക്കാൻ അത്രയ്ക്ക് വ്യക്തമായ പ്രവർത്തന മൂലധനം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇനി 65-ാം വകുപ്പ് അന്വേഷണം നടത്തണം. തുടക്കത്തിൽ ഇത് പിടിച്ചെടുക്കണേ. ഈ 65-ാം വകുപ്പ് അന്വേഷണം നടത്തണമെങ്കിൽ 9000 അംഗങ്ങളുള്ള ഈ സഹകരണ സംഘത്തിൽ നിന്ന് ഒരാളെ പോലും ഒരു വ്യാജ പരാതി കൊടുക്കാൻ കിട്ടിയില്ല. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ AITUCയുടെ എന്നുവെച്ചാൽ CPIയുടെ യൂണിയൻ്റെ ജില്ലാ പ്രസിഡൻ്റായ PK സന്തോഷ് 3 പരാതി, സന്തോഷിൻ്റെ ഭാര്യ 2 പരാതി, സന്തോഷിൻ്റെ ജീവനക്കാരൻ 1 പരാതി, സന്തോഷിൻ്റെ ഭാര്യയുടെ ജീവനക്കാരി 1 പരാതി, പിന്നെ 500 രൂപ വീതം വാങ്ങി 157 മെമ്പർഷിപ്പ് ശുപാർശ ചെയ്ത ടോമി ജോൺ എന്ന് പറയുന്ന 1 പരാതി. അതുകൂടാതെ പിന്നെ KJ കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു പരാതി, അത് വേറെ ആവശ്യത്തിന് വേണ്ടി പരാതി ചെയ്തതാണ്. അപ്പോൾ ഇത്രയും പരാതികൾ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഉണ്ടാക്കപ്പെട്ടു. അങ്ങനെ അത് സ്വീകരിച്ചു. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് 65-ാം വകുപ്പ് അന്വേഷണം ഈ സന്തോഷിൻ്റെ കാര്യത്തിൽ തന്നെ തിരുവനന്തപുരത്ത് പോയി കയ്യോടെ വാങ്ങി വന്ന് പരിശോധന നടത്തി വന്നപ്പോൾ മനസ്സിലായി ഇത് വളരെ കറക്റ്റായി പോകുന്ന ഒരു സഹകരണ സംഘമായതുകൊണ്ട് ഈ 65-ാം വകുപ്പ് അന്വേഷണ പ്രകാരം പ്രസിഡൻറ്റിനെയോ ഭരണസമിതിയോ കൊടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അനുവാദം വാങ്ങുകയോ ഭാരവാഹികളെ അറിയിക്കുകയോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന ആ രേഖകൾക്ക് ഇത് എഴുതി എന്നാ പറയുക ഇത് റെക്കോർഡ് എഴുതി തരികയോ ഒന്നും ചെയ്യാതെ 2012 ആരംഭിച്ച സഹകരണ സംഘത്തിൻ്റെ മുഴുവൻ രേഖകളും അദ്ദേഹം സ്വന്തം ഇൻസ്പെക്ടറും ഈ അസിസ്റ്റൻ്റ് രജിസ്ട്രാറും ഇൻസ്പെക്ടറും കൂടി ചുമന്ന് പുള്ളിയുടെ ആഫീസിലേക്ക് സ്വന്തം പിതാവിൻ്റെ മുതൽ കൊണ്ടുപോകുന്നത് പോലെ യാതൊന്നും ഇല്ലാതെ എടുത്തുകൊണ്ടുപോയി ഇഷ്ടം പോലെ രേഖകൾ മാറ്റി, അതുപോലെ തന്നെ മെമ്പർഷിപ്പുകൾ മാറ്റി, ശരിയായത് ശരിയാക്കിയും ഭരണസമിതിയും പ്രസിഡന്റിനും കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തതിന് ശേഷം അത് തിരിച്ചു തരികയാണ് ഉണ്ടായത്. മാത്രമല്ല അത് മുഴുവൻ എന്ന് വെച്ചാൽ അത് ഈ സഹകരണ സംഘം പിടിക്കാൻ വേണ്ടി നടക്കുന്നവരുടെ കയ്യിലേക്ക് അതിൻ്റെ മുഴുവൻ ഫോട്ടോസ്റ്റാറ്റുകളും കൊടുത്തു. അപ്പോൾ അത് അവർ പ്രയോജനപ്പെടുത്തി ഞങ്ങൾക്കെതിരെ ഹൈക്കോടതി കേസ് കൊടുക്കാനുള്ള കാരണവും രേഖയുമാക്കി. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇവർ വന്ന് പരിശോധന തുടങ്ങി. എല്ലാ രേഖകളും സ്വന്തം ഓഫീസിലേക്ക് കൊണ്ടുപോയി അത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ലീഗലായി വന്ന് പരിശോധന നടത്തുകയാണ്. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അങ്ങനെയും നമ്മൾ കൊടുക്കാൻ പറ്റില്ല, കാരണം വളരെ കറക്റ്റായിട്ട് പോകുന്നതാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ARഉം ജസ്മോനും കൂടി ആലോചിച്ചിട്ട് ഭരണസമിതിയെയും പ്രസിഡൻറ്റിനെയും സഹകരണ സംഘത്തിൻ്റെ ഉള്ളിൽ കടത്താതിരിക്കാൻ ബലമായി താഴ് വാങ്ങി പൂട്ടി ഞങ്ങളെ പുറത്താക്കി
അകത്ത് കയറിയിരുന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത രേഖകളെല്ലാം കറക്റ്റാണ്. ഇതിൻ്റെ കമ്പ്യൂട്ടറിൽ ശരിയാക്കാവുന്നതും കമ്പ്യൂട്ടർ തന്നെ എടുത്ത് ഉടച്ചു കളഞ്ഞൊന്നും അതിനുശേഷം ഇന്ന് വരെ അതിനകത്ത് ഞങ്ങൾ കയറ്റിയിട്ടില്ല. അതുകൊണ്ട് അറിയാൻ പാടില്ല. പക്ഷേ എന്തൊക്കെയോ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തിട്ടും ഉദ്ദേശിച്ച ഗുണം കിട്ടിയില്ല. ഉദ്ദേശിച്ച ഗുണം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ റിപ്പോർട്ട് പോയി, ആ റിപ്പോർട്ടും പ്രകാരം ഞങ്ങൾ കൃത്യമായി കൊണ്ടുവന്നതിന് മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തതനുസരിച്ച് ആ 65-ാം വകുപ്പ് അന്വേഷണം റദ്ദ് ചെയ്യപ്പെട്ടു. ഗവൺമെൻറ് റദ്ദ് ചെയ്ത് തന്നു. പക്ഷെ വീണ്ടും ഇവർ പോയി. ഇപ്പം ഇതിനകത്ത് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM എന്ത് പറയുന്നുവോ അത് തന്നെയാണ് സഹകരണ സംഘത്തിൽ നടക്കുക. കാരണം അതിന് അപ്പീലില്ല. ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഇവിടുന്ന് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ കൃത്യവും വ്യക്തവും സുതാര്യവുമായ രേഖകളുടെ സപ്പോർട്ടിൽ 75ഓളം അപേക്ഷകൾ ഞാൻ അയച്ചു. ഈ 75 അപേക്ഷകൾ അയച്ചിട്ട് ഏറ്റവും വലിയൊരു തമാശ, കേരളത്തിലെ ഗവർണർ മാത്രം ഞാൻ 6 പരാതികൾ അയച്ചു. 6 പരാതിക്കും വ്യക്തമായ മറുപടി ഒട്ടും വൈകാതെ തന്നെ നമുക്ക് കിട്ടി. മുഖ്യമന്ത്രിക്ക് അയച്ചു 6 പരാതി. ആ മുഖ്യമന്ത്രിക്ക് അയച്ച 6 പരാതിക്കുമുള്ളത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തീരുമാനം എടുക്കേണ്ട വകുപ്പ് ഏതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കറിയാം. ആ വകുപ്പിലേക്ക് ഇത് വിടുകയാണ്. എന്നിട്ട് അങ്ങനെ വിട്ടു എന്നും പറഞ്ഞ് നമുക്ക് ഒരു ലെറ്റർ വരും. അതോടുകൂടി അത് അവസാനിച്ചു. ഈ 6 പരാതി കൊടുത്തിട്ട് ഒരു പരാതി പോലും ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. തന്നെയല്ല, ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് എന്തോ ഒരു സംഭവം ഉണ്ടായല്ലോ, അദാലത്ത് പോലെ, അതിന് ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു തമാശ, അങ്ങനെ കൊടുത്ത പരാതിയിലുണ്ടായൊരു സംഭവം, AR ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വരികയാണ്. സഹകരണ സംഘത്തിലെ സെക്രട്ടറി ഈ പ്രശ്നം തീർത്തു എന്ന്, പുള്ളിയുടെ ലെറ്റർ കിട്ടിയത് കൊണ്ട് ഈ പ്രശ്നം തീർത്തു എന്ന് അറിയിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല. എന്നെ സംഭവം ഒന്നും അറിയില്ല. നമുക്കിതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിലും പ്രയോജനപ്പെട്ടില്ല. ഇവർ ഇവർ പറഞ്ഞു എന്നതിനെക്കുറിച്ച് ഉള്ളതല്ല. നമ്മൾ ഈ സഹകരണ സംഘം കെട്ടിപ്പടുക്കാനും ആളും അർത്ഥവും കണ്ട് സഹായിച്ച് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നതിനും വേണ്ടി ചെലവ് ചെയ്തതിന് വേണ്ട ലോൺ എടുത്ത് ഞങ്ങൾ ഇതിനകത്തേക്ക് മുടക്കിയ പൈസ മുഴുവൻ ഞങ്ങൾ പേഴ്സണൽ ലോണായി അംഗീകരിച്ച് അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു മുട്ടുസൂചി നമ്മുടെ സഹകരണ സംഘത്തിനകത്ത് വീണാൽ അത് എടുക്കണമെങ്കിൽ പോലും ഏരിയ സെക്രട്ടറിയുടെ അനുമതി വേണം. ഞാൻ ഈ 2012 7.5 ലക്ഷം രൂപ മാരികൃഷ്ണൻ നായർക്ക് കെട്ടിടത്തിന് സെക്യൂരിറ്റിയായി എടുത്ത ഇതിൽ 2.25 ലക്ഷം രൂപയാണ് തിരിച്ചു തന്നിട്ടുള്ളത്. ഈ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മുടെ ഏരിയ സെക്രട്ടറിയുടെ ഓഫീസിലും ഒക്കെ പോയിട്ടും ഒരു ഭീഷണിൻ്റെ ശബ്ദമല്ലാതെ അത് തിരിച്ചു തരുന്നില്ല. അതത്ര ദയനീയ സ്ഥിതിയാണ്. ഇനി ഈ 15ഓളം ഹൈക്കോടതി കേസുകൾ, അത് 5 ഹൈക്കോടതി കേസ് ഉണ്ടെങ്കിൽ പോലും ഒരു സാധാരണക്കാരൻ്റെ ഇടപാട് തീർന്നു പോകും. ഇത് 15ഓളം കേസുകൾ. അതിനകത്ത് സന്നദ്ധ സേവന മേഖലകളിൽ ഞാൻ 89ഓളം സന്നദ്ധ സേവന സംഘടനകളിൻ്റെ നേതൃത്വം കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ എല്ലാം സംഭാവനയും സഹായവും കൊണ്ട് ആ 15 ജയിച്ചു. എന്നാൽ ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തെക്കുറിച്ച് പറയാൻ ഇത്രയും തമാശ വേറൊന്നുമില്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നിലവിൽ വന്നിട്ട് 7 വർഷം കഴിഞ്ഞ് 8 വർഷമായി. ഈ 8 വർഷത്തിനിടയ്ക്ക് ഏറ്റവും ആദ്യത്തെ നിയമനം നടക്കുകയാണ്. ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തു. അപ്പം ഹൈക്കോടതി ഇന്ന് വിധി വാങ്ങി. എങ്ങനെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അസാധാരണമായ ഒരു സഹകരണ സംഘമായതുകൊണ്ട് എന്ന് കോടതിക്ക് ബോധ്യം വന്നതിനാൽ 3 അംഗ കമ്മിറ്റിയെ വെക്കണം. ആ കമ്മിറ്റി ഭരണസമിതി അംഗങ്ങളായിരിക്കണം എന്നും പറഞ്ഞൊരു കോടതിയുടെ ഉത്തരവുണ്ടായി. ആ ഉത്തരവൊക്കെ കാറ്റി പറത്തിയെങ്കിൽ പോലും ആദ്യത്തെ കമ്മിറ്റിയാണ് വയ്ക്കുകയാണ്. ആ ആദ്യത്തെ കമ്മിറ്റിയിൽ
ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ. പുള്ളിയുടെ ശരീരം മൊത്തം തളർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണ്, കയ്യും കാലും ഒന്നും അനക്കാൻ പറ്റില്ല. ആ പുള്ളിനെ അത് വെക്കുവാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ആൾ വെച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല, അതിൽ വെക്കരുത്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് സാർ പറഞ്ഞ ഒരു തമാശ ഉണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത എന്നതാണോ, ഒരു ശ്വാസം വേണം, അത്രയല്ലേ ഉള്ളൂ. ഇത് ചത്തിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അയാൾ തന്നെ വെച്ചു. അവ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൂടുകയോ അദ്ദേഹം ഒപ്പിടുകയോ, കമ്മിറ്റി കൂടണമെങ്കിൽ 3 പേര് കൂടി തിരഞ്ഞെടുക്കേണ്ട കൺവീനർ തിരഞ്ഞെടുക്കുകയോ ഇയാൾ കമ്മിറ്റിയിൽ പോവുകയോ ഒപ്പിടുകയോ ചെയ്യാതെ ഏറ്റവും ഫസ്റ്റ് കമ്മിറ്റി അവസാനിച്ചു. ഇനി രണ്ടാമത്തെ കമ്മിറ്റിയിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ സംരംഭമായ ഈ സഹകരണ സംഘം ഭരിക്കാൻ അനത് മെമ്പർമാരൊന്നും CPM ഇല്ല. ആയതുകൊണ്ട് ആ സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്ന പിഗ്മി കളക്ഷൻ ഏജൻ്റാണ് അതിനെയാണ് കൺവീനറാക്കി വെച്ച് 4.5 വർഷം ഭരിച്ചത്. എത്ര വലിയ ഒരു ബൃഹത്തായ ഒരു സഹകരണ സംഘമാണെന്ന് വിചാരിക്കണം. ആ സഹകരണ സംഘം 4.5 വർഷം ഭരിച്ചത് പിഗ്മി KK ഷിൻഡോ എന്ന് പറയുന്ന പിഗ്മി കളക്ഷൻ ഏജൻ്റായ ഞാൻ നിയമിച്ച ആളാണ് പിഗ്മി കളക്ഷൻ്റായിട്ട്. അത് അതിനെല്ലാം രേഖയുള്ളതാണ്. പിന്നെ അത് 4.5 വർഷം ഭരിച്ചപ്പോഴത്തേക്കും ഏതാണ്ട് ഇതായി. പിന്നെ ഇവർ ആകെ ഒരു ഉപകാരം ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലായ്മ ചെയ്തു കൊടുത്തു അസിസ്റ്റൻ്റ് സാറ്. നിക്ഷേപം ചിട്ടി ലോൺ ഇത് മാത്രമാക്കി മാറ്റി. ബാക്കി വളരെ ഭാഗീരഥ പ്രയത്നം ചെയ്ത് സമ്പാദിച്ചതൊന്നും അതിൽ ഉൾപ്പെടുത്താതെ സാധാരണ സഹകരണ സംഘമാക്കി മാറ്റി കൊടുത്തു. ഇവർക്ക് അറിയാവുന്ന പണി മാത്രം ഇത് ചെയ്താൽ മതി, അവർക്കറിയാവുന്ന പണി നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് ഒരു പിന്നെ നമ്മുടെ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൻ്റെ ലൈസൻസ്, ഈ ത്രാസുകൾ റിപ്പയർ ചെയ്യാൻ പറ്റിയ ലൈസൻസ് കിട്ടണമെങ്കിൽ യോഗ്യതയുള്ള ഒരാളെ നിയമിക്കണം. ആ യോഗ്യതയുള്ള ആളായിരുന്നു അനൂപലിയാർ, മെക്കാനിക്കാണ്, ITI. അയാളെയാണ് അടുത്ത ആൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായിട്ട് വെച്ചത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് അദ്ദേഹത്തിന് ഒരു പറ്റി ഇദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് ഇനി പ്രയോജനമില്ല. ഇത് സ്ഥാപക പ്രസിഡന്റ് തോമസ് യാജി എന്ന് പറഞ്ഞ ആൾ പോയതുകൊണ്ട് ഇനി ഈ സഹകരണ സംഘം മുന്നോട്ട് പോവുകയോ അതിന് ഗുണമുണ്ടാവുകയോ ചെയ്യില്ലെന്നുള്ള ധാരണയിൽ സൊസൈറ്റിയുടെ 10 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കളവായി ഉണ്ടാക്കി പുള്ളി ലൈസൻസിനാണ് പഴയത്. അപ്ലൈ ചെയ്ത വിവരം അറിഞ്ഞതിൻ്റെ പേരിൽ പുള്ളി കൺവീനർ തിരഞ്ഞെടുക്കാൻ നിന്നില്ല. പുള്ളി വേണ്ടാന്ന് വെച്ച് പോയി. അപ്പോൾ ഒരു രണ്ടാമത്തെ ആൾ. ഇനി മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഒന്ന് ഉണ്ണികൃഷ്ണൻ തിരുവയ്യാല. അങ്ങനെ 8 അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലും ഞങ്ങൾ 36 അപേക്ഷകൾ കൊടുത്തു 8 കൊല്ലത്തിനിടയ്ക്ക്. കോടതി ഉത്തരവ് പ്രകാരമുള്ള ഒരു കമ്മിറ്റിയോ ഒരേ ഒരു കമ്മിറ്റി മെമ്പറോ നിയമിക്കാൻ ഞങ്ങൾ ഇത്ര ഭാഗീരഥ പ്രയത്നം ചെയ്തിട്ടും ഞങ്ങൾക്ക് സാധിച്ചില്ല. അത് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഈ സഹകരണ സംഘം തീർന്നു പോയി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹകരണ സംഘം തീർന്നു പോവില്ല. കാരണം ഇത് നിക്ഷേപത്താലോ ലോണിനാലോ ചിട്ടിയിലാലോ ഒന്നും നടത്തപ്പെടുന്ന സഹകരണ സംഘമല്ല. ഇത് ഇപ്പോൾ നമുക്ക് തിരിച്ച് ഈ സഹകരണ സംഘം നമ്മളെ ഏൽപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. CPM ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തിരിച്ച് കിട്ടാൻ പോകില്ല, അതൊക്കെ പോയി കഴിഞ്ഞു. പക്ഷേ അങ്ങനെ തിരിച്ച് ഏൽപ്പിച്ചാൽ ഒറ്റ കൊല്ലം കൊണ്ട് 1-2 കോടി രൂപയുടെ ബാധ്യതയോ മറ്റോ ഈ സഹകരണ സംഘത്തിനുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് തീർത്ത് വളരെ ഭംഗിയായിട്ട് പോകാൻ പറ്റും. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം വേണ്ട, ലോണും വേണ്ട, ചുറ്റും വേണ്ട, ഒന്നും വേണ്ട. സത്യം അതാണ്. ഈ സൊസൈറ്റിയുടെ ഒരു പേരിൽ തോമസ് ചേട്ടനെ പറ്റി ഒത്തിരി അപകീർത്തികരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒത്തിരി തിരിമറികൾ നടത്തി എന്ന് പറയുന്നു. അതുപോലെ ഈ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്ത് ആൾക്കാർക്ക് നോട്ടീസ് വരുന്നു. അതെന്നാ സംഭവം? ലാപ്ടോപ്പുകൾക്ക് വേണ്ടി ആളുകൾ അറിയാതെ വായ്പ എടുത്തെന്നൊക്കെ പറഞ്ഞൊരു ആരോപണം ഉണ്ടല്ലോ. നോട്ടീസ് അത് കെട്ടിച്ചമച്ച കഥയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പറയാം, ഈ തുടക്കത്തിൽ ഈ ലോണും മറ്റു കാര്യങ്ങളിനകത്ത് ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹകരണ സംഘം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ചിലവിന് വേണ്ടിയാണ്. അതിനുശേഷം എല്ലാ അടിസ്ഥാന സൗകര്യവും ഒരുക്കിയ സ്ഥിതിക്ക്
ഏത് രീതിയിലാണ് ലോൺ എടുത്തായാലും കൈവായ്പ വാങ്ങിച്ചാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഒരു വർഷം പോലും വേണ്ട അതിൻ്റെ ബാധ്യത തീർക്കാനെന്ന 100% ഉറപ്പും സംവിധാനങ്ങളും സെറ്റപ്പുകളും ഉണ്ടായി എന്നതിനാലാണ് ഞങ്ങൾ ധൈര്യമായിട്ടിരുന്നത്. ആ സംവിധാനം പോയതോടുകൂടി മൊത്തം താറുമാറായി. എൻ്റെ വീട് പോയി, ഫാക്ടറി പോയി, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അത് അവസ്ഥയിലെത്തി. ഇന്ന് എൻ്റെ ഈ 40 വർഷമായി ഈ മേഖലയിൽ 1967 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായ കാലത്ത് പോലും ഒരു ക്ഷാമമോ ഒരു ദാരിദ്ര്യമോ ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പനന്ന് റേഷൻ കട ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെ മോനെ ഒന്ന് ഡ്രൈവിങ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവനൊരു ചെറിയ വണ്ടി വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നും എനിക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല. 5 വർഷം വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ലോ കോളേജിലേക്കും തിരിച്ച് 3 കിലോമീറ്റർ 6 കിലോമീറ്റർ നടന്നു പോയി BBA LLB മോൻ പാസ്സായി എന്നത് സത്യമാണെങ്കിലും 6 വർഷം നടന്നു പോയാണ് പഠിച്ചത്. അത്രമാത്രം ദാരിദ്ര്യത്തിലും അങ്ങനെ വലിയ മോട്ടിക്കാനോ കഴിവാണെങ്കിൽ എനിക്ക് എത്രയോ നല്ല ഇത് ലക്ഷങ്ങളും കോടികളും വേണമെങ്കിൽ അല്പം ഒന്ന് കണ്ണടച്ച് എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. ഈ സൊസൈറ്റിയുടെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാം. അതിൻ്റെ കാരണം എന്നാ? ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതിന് കാരണം ഈ സഹകരണ സംഘത്തിൻ്റെ ആവശ്യത്തിലേക്കായി 1 ലക്ഷം രൂപ വാങ്ങി. 1 ലക്ഷം രൂപ വാങ്ങി ഒരു ചെക്ക് കൊടുത്തു. നമ്മളെ ഇല്ലാതാക്കുക എന്നതും അതല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്നതും ഇത്ര കൊല്ലമായിട്ട് നമ്മൾ ഇല്ലാതാവുന്നില്ല എന്നതും ഏരിയ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഏരിയ സെക്രട്ടറി പറഞ്ഞു 9 ലക്ഷം രൂപ ഇട്ട് ചെക്ക് കൊടുക്കാൻ. അപ്പം ഈ വിനയകുമാർ എന്ന് പറഞ്ഞ ആളാണ്, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, പാർട്ടി പറഞ്ഞു കൊടുക്കാൻ. പാർട്ടി പറഞ്ഞു കൊടുക്കാൻ, പാർട്ടി പിൻവലിക്കാൻ പറഞ്ഞു പിൻവലിക്കും. അപ്പോൾ അതിന് ജാമ്യം എടുക്കണം. അതിന് ജാമ്യം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്ര ശതമാനം അതിൻ്റെ ഇതുമായിട്ട് പോകേണ്ടതുണ്ട്. അത് കൊടുക്കാൻ എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്നെ കൊണ്ട് ജയിലിൽ ദിവസം ഇട്ടു. അത് അവർക്ക് താല്പര്യമായിരുന്നു, ഇടേണ്ടത് താല്പര്യമായിരുന്നു. അങ്ങനെ ഒരു വർഷം ഒരു തവണ ഇട്ടു. രണ്ടാമത് എൻ്റെ 66 വയസ്സിൻ്റെ ജീവിതത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ മനസ്സാ വാച കർമ്മണ തെറ്റെന്ന് തോന്നിയതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായി സൊസൈറ്റി ഭരിക്കുന്ന ബിറ്റാജി ജോസഫ് എന്ന് പറയുന്ന ആളോടും ദുഷ്ടനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആൾക്കാരുമായിട്ട് കടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു 10-35ഓളം മദ്യപിച്ച് റോഡ് സൈഡിൽ കിടന്നിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട്. അത് ഭേദാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ബന്ധങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കളക്ടറുടെ ഉത്തരവ് കിട്ടി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം, ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഈ ലോൺ എടുക്കുന്നതിന് വേണ്ടി ഈ ചെക്കുകളൊക്കെ ഒപ്പിട്ട് കൊടുത്ത് വാങ്ങി കൊടുക്കാനാണ് പറഞ്ഞത്. ആ പുള്ളിക്കാരൻ അത് വെച്ച് എന്നെ ചതിച്ചിട്ട് ഒരു 4 പൈസ പോലും വാങ്ങിയിട്ടുള്ളതല്ല ഞാൻ. എന്നിട്ട് അത് വെച്ച് 4 കേസാണ് കൊടുത്തേക്കണേ, അഴിമതി. ഞാൻ ഉള്ളൊരുതായ്മ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ക്രൂരതയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിയിലെ ഒരു പന്നി കശാപ്പുകാരനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ 1 കിലോമീറ്റർ അകലെന്നൊക്കെ പന്നികളെ അന്ന് സൈക്കിളിലേ ഉള്ളൂ. സൈക്കിളിനെ പുറകെ കെട്ടിവെച്ചുകൊണ്ട് വന്നിട്ട് അത് പന്നിക്കൂട്ടി കൊണ്ടുപോയി അഴിച്ചു വിട്ട് കല്ലിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ മൂക്കിക്കൂടെ രക്തവും മറ്റും ചാടി പോകുന്ന അങ്ങനത്തെ അത് കണ്ട് രസിക്കുന്ന ഒരു മനുഷ്യന് തുല്യമാണ് ഈ ബിറ്റാജി ജോസഫ് എന്ന് പറയാൻ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ നല്ല സദുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സഹകരണ സംഘങ്ങളെല്ലാം ഉണ്ടാക്കിയതും ഇതെല്ലാം ചെയ്തതും. അതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര വേണ്ട ചെയ്യാമായിരുന്നു. അപ്പോൾ
എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ മനുഷ്യ സാധ്യമായത് മുഴുവൻ പരമാവധി എൻ്റെ അറിവും ഇതും വെച്ചും കിട്ടാവുന്നതും മാക്സിമം നോക്കിയിട്ടും എനിക്ക് രക്ഷപ്പെടാൻ അനുവദിക്കില്ല അവർ. എനിക്കത് നല്ല ബോധ്യമാണ്. അങ്ങനെ ബോധ്യം വന്നതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന വിവരം ഗവർണറടക്കം നമ്മുടെ അധികാര താക്കോൽ സ്ഥാനങ്ങളിൽ മുഴുവൻ ഞാൻ രജിസ്ട്രേഡ് പോസ്റ്റായിട്ട് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ MLA-മാർക്കും ഞാൻ അയച്ചിട്ടുണ്ട്, അതുപോലെ MP-മാർക്കും അയച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു കാര്യം എനിക്കറിയാം, തോന്നിവാസം കളിച്ച് ഏത് സമയത്തും ഇങ്ങനൊരു സംഭവം ചെയ്യാതെ ചെയ്യാനുള്ളൊരു ധൈര്യവും എനിക്കില്ല. അപ്പം ഇത് എന്ത് സംഭവിച്ചാലും മാളവരും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അറിയണമല്ലോ. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, ഈ ബിറ്റാജി ജോസഫ് കൊടുത്തിട്ടുള്ള 4 കേസിൽ ഒരു കേസ് വിധിയായി. അതിന് അപ്പീലിന് പോകണമെങ്കിൽ 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. ആ 1 ലക്ഷം രൂപ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ വ്യാജമായി കള്ളക്കേസുകൾ പിൻവലിക്കുകയോ ചെയ്തില്ലെങ്കിൽ നാളെ കൂടിയ 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ ഈ മുഖത്തുണ്ടാവില്ല. കാരണം 2 കാര്യങ്ങൾ അവർ ചെയ്ത് തന്നേ പറ്റൂ. ഒന്ന്, കള്ളക്കേസുകൾ പിൻവലിക്കണം. അതല്ലെങ്കിൽ വേണ്ട, പിൻവലിക്കേണ്ട, ഞാൻ കേസ് കളിച്ച് തന്നെ ജയിച്ചോളാം, പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ 2012 പലിശരഹിത നിക്ഷേപമായി ആ കെട്ടിടമെടുക്കുന്നതിന് വേണ്ടി കൊടുത്ത 5 ലക്ഷം രൂപ തിരിച്ചു തരണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് തന്നല്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാനാവില്ല. എനിക്ക് 8 കൊല്ലത്തെ കേസും എൻ്റെ ലൈസൻസുകൾ, നിർമ്മാണ ലൈസൻസ്, റിപ്പയറിംഗ് ലൈസൻസ്, മാനുഫാക്ചറിംഗ് ലൈസൻസ് എല്ലാം റദ്ദ് ചെയ്ത് കളഞ്ഞത് ഞാൻ 8 കൊല്ലത്തെ ഭാഗീരഥ പ്രയത്നം കൊണ്ട് തിരിച്ചു വാങ്ങിയിട്ട് ഇപ്പോൾ 8 മാസമേ ആയി. അതിപ്പോൾ പുതുക്കണമെങ്കിൽ 15,000 രൂപ വേണം. എൻ്റെ കയ്യിലില്ല. അത് പുതുക്കാൻ എനിക്ക് തിങ്കളാഴ്ച ഒരു ദിവസമേ അവധിയുള്ളൂ. അത് പുതുക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈ ഭൂമത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല. എൻ്റെ മോന് പോലും ഒരു ഡ്രൈവിങ് പഠിക്കാൻ പോലും ഒരു സംവിധാനം ഉണ്ടാക്കുന്ന പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 15 ഹൈക്കോടതി കേസുകൾ ഉണ്ടായിട്ടും അതെല്ലാം എനിക്ക് തരണം ചെയ്യാനും ജയിക്കാനും ഞാൻ ആ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ സഹായം ഉണ്ടായതുകൊണ്ടാണ്. ലക്ഷക്കണക്കിന് സഹായം ഉണ്ടായി. പക്ഷെ ഒരിക്കൽ പോലും ഒരാളുടെ പൈസ വാങ്ങി ഞാൻ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടില്ല. അതൊക്കെ കോടതി കൊടുക്കേണ്ടത് കോടതി കൊടുക്കാനും വക്കീലിന് കൊടുക്കേണ്ടത് വക്കീലിന് കൊടുക്കാനും ആ രീതിയിൽ അവരുടെ ഇതിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഇന്നും അവർക്ക് എന്നെ വിശ്വാസക്കുറവില്ല. അതുപോലെ തന്നെ 5.5 കോടി, 1-2 അല്ല, 5.5 കോടി രൂപയുടെ വെട്ടിപ്പ് ഞാൻ നടത്തിയെന്ന് പേര് വെച്ച് ഓരോരുത്തരും 5 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം, 7 ലക്ഷം, 8 ലക്ഷം എന്ന് പറഞ്ഞ് 2.5 കോടി രൂപയുടെ കള്ളക്കണക്കുണ്ടാക്കി. എന്ന് വെച്ചാൽ എങ്ങനെയും ബിറ്റാജി ജോസഫിന് പ്രസിഡൻ്റായി പറ്റും. അതിനു വേണ്ടി കള്ളക്കണക്കുണ്ടാക്കി. ആ കോടതി കൊടുത്ത കേസും അത് ആ ഉദ്ദേശം തന്നെ. നുണക്കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ കാലത്തുള്ള ഗീവൽസ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ നുണയൻ. ആ നുണയൊന്നുമല്ല ഇയാളുടെ 5 തലമുറ കഴിഞ്ഞാൽ പോലും ബിറ്റാജി ജോസഫിൻ്റെ ശാപം പോകത്തില്ല അവരുടെ തലമുറയ്ക്ക്. കാരണം അത്രയ്ക്ക് വലിയ നുണയാണ് എന്നെപ്പറ്റി എഴുതി സഹകരണ മേഖലയിൽ 100 കണക്കിന് ലെറ്ററുകൾ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പിൻവലിക്കണം. അതുപോലെ തന്നെ എനിക്ക് നിക്ഷേപം പൈസ തരണം. എൻ്റെ ലൈസൻസ് എനിക്ക് പുതുക്കണം. പുതുക്കിയില്ലെങ്കിൽ ഞാൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല. എനിക്ക് ജീവിക്കാൻ അർഹതയില്ല എന്ന് ഞാൻ വിചാരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയെല്ലാം ചെയ്തിട്ടും ഒരു നല്ല വാക്കൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നല്ല, ദൂഷ്യം ഉണ്ടാവുകയും ചെയ്തു. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനും അപ്പുറം, അതിൻ്റെ അപ്പുറം കഴിഞ്ഞു. ഇനി ഈ സഹകരണ സംഘം നമ്മളെ ഏൽപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അത് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. നിലവിൽ ഞാൻ കൊടുത്ത 12 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സഹകരണ സംഘത്തിൻ്റെ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി, കെട്ടിടത്തിൻ്റെ സെക്യൂരിറ്റി കൊടുക്കാൻ കൊടുത്ത ആ 5 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടണം. അതല്ലെങ്കിൽ വേണ്ട, 2 ലക്ഷം വേലും തിരിച്ചു കിട്ടിയാലേ എനിക്ക് ആ ലോൺ കോടതിയിൽ ജയിലിൽ കിടക്കാതെ ഇരിക്കാൻ കോടതി കെട്ടിവയ്ക്കാൻ പറ്റും. അതുപോലെ ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നതാണ്. ഇനി എന്തായാലും നമുക്ക് ഈ കാര്യത്തിൽ
മനുഷ്യ സാധ്യമായതൊക്കെ ചെയ്തിട്ടും നടക്കില്ല എന്ന് പറഞ്ഞതിന് കാരണം ഹൈക്കോടതി വിധിയനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി 6 മാസമേ പാടുള്ളൂ. പിന്നെ 1 കൊല്ലമാവാം, പിന്നെ 2 കൊല്ലമാവാം, മന്ത്രിസഭയോട് കൂടിയാണെങ്കിൽ 1 കൊല്ലം ആവാം, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ 8 വർഷമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തുടരുന്നു. ഇനി ഒരു കാര്യം കൂടെയുണ്ട്. ഈ ബിറ്റാജി ജോസഫ് എന്ന് പറയുന്ന ആൾ 2016 ഞങ്ങളുടെ സൊസൈറ്റിയിലേക്ക് അംഗത്വത്തിന് വേണ്ടിയിട്ട് ഒരപേക്ഷ നൽകുകയും അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ഇതുള്ളത് കൊണ്ട് പൂർണ്ണ ഐക്യകണ്ഠേന എന്ന് വെച്ചാൽ ഭരണസമിതി മൊത്തം തീരുമാനിച്ച് അത് തിരസ്കരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ തിരസ്കരിച്ച ആൾക്ക് ഇന്നെങ്ങനെ എ ക്ലാസ് മെമ്പറായി, ഭരണസമിതി അല്ലെങ്കിൽ പോലും എ ക്ലാസ് മെമ്പറായി, ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായി, 36 മെമ്പർഷിപ്പ് ഇയാളുടെ എ ക്ലാസ് മെമ്പർഷിപ്പ് കൊണ്ട് 36 മെമ്പർഷിപ്പ് ഉണ്ടാക്കി വെച്ചു. അതാണ് ചിന്തിക്കേണ്ട കാര്യം. കാരണം 16 അദ്ദേഹത്തിന് നിരുപാധികം ഞങ്ങൾ തിരസ്കരിച്ചതാണ്. ആ ആൾക്ക് എങ്ങനെയായി? അപ്പോൾ എന്താണ് ഈ സഹകരണ സംഘത്തിൽ നടക്കുന്നതെന്നും എന്താണ് ഞങ്ങൾക്ക് പറ്റി പറയണമെന്നും അവരെ പറ്റി പറയുന്നതെന്നും കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പം എന്തായാലും ആത്യന്തികമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ചെയ്തെന്ന് തീരുമാനിച്ച് ഗവർണറടക്കം കംപ്ലീറ്റ് ആൾക്കാർക്കും MLA മാർക്കും MP മാർക്കും ഒക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിനൊരു പോംവഴി എന്നുള്ളതിനേക്കാളേറെ ഇപ്പോൾ ഈ ഏരിയ സെക്രട്ടറി പറഞ്ഞാൽ ഈ പൈസ കിട്ടും. ഏരിയ സെക്രട്ടറി പറയില്ല. പുള്ളിക്കാരൻ്റെ ആ ഓഫീസിൽ പോയി ഞാൻ പറഞ്ഞു എനിക്ക് ഈ പൈസ കിട്ടണം. അതുപോലെ പുള്ളിയുടെ വീട്ടിലൊരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് ഒറ്റ ഫോൺ കോൾ ചെയ്താൽ പിന്നെ പുറലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണി അല്ലാതെ ഈ പൈസ തരില്ല. എനിക്ക് ഈ പൈസ കിട്ടണം. അതല്ലെങ്കിൽ ഞാൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക രക്തസാക്ഷിയായാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ബിറ്റാജി ജോസഫിനും ഈ ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസലിനുമാണ് എന്ന് തർക്കമെന്നെ പറയാം. പിന്നെ 260ഓളം രേഖകൾ കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ സുരക്ഷിതമായി എൻ്റെ കയ്യിലുണ്ട്. 75ഓളം അപേക്ഷകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രാർ അടക്കം 75ഓളം അപേക്ഷകൾ കൊടുത്തതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. തന്നെയുമല്ല ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള സന്നദ്ധ സേവന മേഖലകളിൽ എനിക്ക് അങ്ങനെ ആവാൻ കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആരെയൊക്കെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനേ പറ്റും. ആ മേഖലകളിലുള്ള ആളുകളുടെ മുഴുവൻ സപ്പോർട്ടും എനിക്കുണ്ട്. ഞാനത് പറഞ്ഞ് എനിക്കതുകൊണ്ട് ഗമ പറയുന്നതല്ല. അപ്പോൾ എന്തായാലും എനിക്കിത് കിട്ടിയേ പറ്റും. വേറെ ഒരു മാർഗ്ഗം എനിക്കില്ല. എൻ്റെ അവസ്ഥ അത്രയും ദയനീയമാണ്. പിന്നെ ഇതുകൂടാതെ നമ്മുടെ മണക്കാട് അപ്പച്ച് എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. എന്താ കാരണം എന്നറിയോ? തൊടുപുഴയിലെ ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ തന്നെ മറ്റേ രോഗങ്ങൾ അങ്ങനെ സംബന്ധിച്ചിട്ടുള്ള ഒരു CD 10,000 CD ഞങ്ങളുണ്ടാക്കി വിതരണം ചെയ്യുകയും അന്ന് കൊതുക് നശീകരണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ 2 മുനിസിപ്പാലിറ്റിക്കാണ് ഇത് കിട്ടിയത്. ഒന്ന് മലപ്പുറം മുനിസിപ്പാലിറ്റിക്കും ഒന്ന് തൊടുപുഴ മുനിസിപ്പാലിറ്റി. ആ തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് അത് കിട്ടിയതിൽ ഒരു കയ്യൊപ്പ് എൻ്റേത്. അതിൻ്റെ പേരിൽ അന്നത്തെ മുനിസിപ്പൽ കൗൺസിലർമാർ എന്നെ താലൂക്ക് ആശുപത്രി ഭരണസമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്ത് ചേർത്തു. രാഷ്ട്രീയക്കാർ ചെയ്തതല്ലാതെ 7 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് തൊടുപുഴ താലൂക്കിൽ 282 റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. അതിനെ ഈ തൊടുപുഴ താലൂക്കിൽ ഏറ്റവും ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് മഹാത്മാ റെസിഡൻസ് അസോസിയേഷനാണ്. അതിൻ്റെ രൂപീകരണത്തിനും അതുമായി ബന്ധപ്പെട്ട അപ്പീസ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായും ഒക്കെ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലും ഇതുണ്ട്. പിന്നെ എനിക്ക് ഒരേ ഒരു ആഗ്രഹം എനിക്കിപ്പോൾ ഉള്ളത് വേറൊന്നും കൊണ്ടല്ല, ഈ മദ്യപാനികളായ അത്യാസക്തിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കുറേ ആളുകളെ കൊണ്ടുപോയി എനിക്ക് ഗ്രൂപ്പിൽ ചേർക്കാനും അതിൽ നിന്ന് അവരെ മുക്തമാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നൊക്കെ ഉണ്ട്. അവർ വരുമ്പോൾ കല്യാണത്തിനൊക്കെ എന്നെ വിളിക്കാറുമുണ്ട്. പക്ഷേ എനിക്ക് അവരോട് കുറച്ച് പൈസ വേണമെന്നൊക്കെ പറഞ്ഞാൽ തരും. ഞാൻ ചെയ്യില്ല അത്. കാരണം എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എടുത്തിട്ടിട്ട് അതെനിക്ക് അവർ തരില്ല എന്നുണ്ടെങ്കിൽ ഞാനിനി ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം എത്ര കൊല്ലമായി.
അത് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അങ്ങനെ പല പല മേഖലകളിലും എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായി നശിപ്പിച്ച് എൻ്റെ വീടും സ്ഥാപനവും ജപ്തി ചെയ്യിച്ച് എല്ലാം ചെയ്യിച്ചത് ഈ ലീഗൽ മെട്രോളജി സംസ്ഥാന സഹകരണ സംഘം പിടിക്കുന്നതിൻ്റെ ഭാഗമായി നശിപ്പിച്ച് കല്ല് ശേഷിക്കാതെ എന്നെ തീർത്ത് കളഞ്ഞതാണ്. ആ ഒരു കേസിൽ മാത്രമേ പോയിട്ടുള്ളൂ. ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത്രയും നല്ലൊരു സഹകരണ സംഘം ഉണ്ടാക്കിപ്പോയൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ഒരു തെറ്റിൻ്റെ പേരിലാണ് എനിക്ക് എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പൊന്നും ഒരു പ്രശ്നമില്ല. ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ് തോമസ് ചേട്ടനിലൂടെ നമ്മൾ കേട്ടത്. ഭരണം ഉണ്ടാകുന്നത് ചിലർക്ക് ഉന്മാദത്തിന് കാരണമാകുന്നുണ്ട്. അവർ ആരെയും തകർക്കും. അവരെ ഭയന്ന് അവരുടെ ഒപ്പമുള്ളവർ പോലും അത് തിരുത്താൻ പറയുകയുമില്ല. അനുഭവിക്കുക എന്നുള്ളതല്ലാതെ എന്തു പറയാൻ. ജയാജി എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ പ്രശസ്തമായ നിലയിൽ ത്രാസുകൾ വിപണനം ചെയ്ത ഒരു മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ കേട്ടത്. ഇതേക്കുറിച്ച് ചിന്തിക്കുക അത്രമാത്രം. വർത്തമാനം ഇവിടെ പൂർണ്ണമാകുന്നു.